Dear friends, welcome back to ARIJU Info Plus YouTube channel. Law lectures continue. Today's topic is free consent. You know, one of the essential elements of a valid contract is free consent. There should be free consent from the part of both of the parties to the contract. Both parties should have a consensus ad item. Free consent should be there. Two or more persons are said to consent when they agree upon the same thing in the same sense. Same thing in the same sense. ഒരേ അർത്ഥത്തിലും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം പരസ്പരം ധാരണയായിരിക്കുന്നത്. ഒരേ അർത്ഥത്തിലുള്ള ധാരണ. ഒരാളൊന്ന് വിചാരിക്കുന്നു, മറ്റൊരാൾ മറ്റൊന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വന്തം തീരുമാനപ്രകാരം സ്വയം കരാറിൽ എത്തിപ്പെടുന്നതാവണം. ഇതിൻ്റെ പിന്നിൽ വല്ല അനുചിത സ്വാധീനമോ ബലം പ്രയോഗിക്കലോ തെറ്റിദ്ധരിപ്പിക്കലോ തെറ്റ് സംഭവിക്കലോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ചതി, വഞ്ചന ഇത്തരം ഘടകങ്ങളുടെ സ്വാധീനം മൂലം ഉണ്ടാക്കപ്പെട്ട കരാറ് വാലിഡ് ആവുന്നില്ല. ഓക്കെ, പാർട്ടികൾ തമ്മിൽ ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. പാർട്ടീസിൻ്റെ ഇടയിൽ, കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ഇടയിൽ ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്ര സമ്മതം ഉണ്ടായിരിക്കണം. സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഒരേ കാര്യം ഒരേ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വണ്ടി വിൽക്കുകയാണ്. രണ്ട് വണ്ടി എൻ്റെ അടുത്തുണ്ട്. ഞാൻ വിൽക്കുന്നത് വൈറ്റ് കളറുള്ള വണ്ടിയാണ്. എന്നാൽ ബയർ, അതർ പാർട്ടി ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അവിടെ സെയിം സെൻസ്, സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് എന്ന ഒരു കാര്യം ഇല്ല എന്ന് പറയേണ്ടി വരും. അതേപോലെ ഒരു വീട് വിൽക്കുകയാണ്. രണ്ട് വീടുണ്ട്. ഒരു വീട് സിറ്റുവേറ്റഡ് അറ്റ് വടകര, മറ്റൊന്ന് സിറ്റുവേറ്റഡ് അറ്റ് കാലിക്കറ്റ്. വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വടകരയുള്ള വീടാണ്. വാങ്ങുന്ന ആൾ വിചാരിക്കുന്നത് കോഴിക്കോടുള്ള വീടാണ് എന്നാണ്. ഇവിടെയും കോൺസെൻസസ് ആഡ് ഐറ്റം എന്ന ലോ പറയുന്ന ടേം പാലിക്കപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വരും. പാർട്ടീസിൻ്റെ ഇടയിൽ സ്വതന്ത്ര സമ്മതം ഉണ്ടായിരിക്കണം. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ, കൺസെൻറ്റ് ഈസ് ഫ്രീ if it is not caused by coercion, undue influence, fraud, misrepresentation or mistake. ഈ പറയപ്പെട്ട ഘടകങ്ങളുടെ അഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന കരാറ് മാത്രമേ വാലിഡ് ആവുന്നുള്ളൂ. കൊയേഷ്യൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഫ്രീ കൺസെൻറ്റിനെ വൈരുദ്ധ്യം നിൽക്കുന്ന കാര്യങ്ങളാണ്. കൊയേഷ്യൻ മീൻസ് ഭീഷണിപ്പെടുത്തൽ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അനുചിത സ്വാധീനം, ഫ്രോഡ് ചതി, വഞ്ചന, മിസ്റെപ്രസെൻറ്റേഷൻ തെറ്റിദ്ധരിപ്പിക്കൽ, മിസ്റ്റേക്ക് തെറ്റ് സംഭവിക്കൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ സ്വതന്ത്ര സമ്മതത്തിന് എതിരാവുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഘടകങ്ങളുടെ പിൻബലത്തോടെയാണ് കരാറിൽ ഏർപ്പെട്ടതെങ്കിൽ അത്തരം കരാറുകൾ വാലിഡ് അല്ല, വോയിഡബിൾ എന്ന് പറയേണ്ടി വരും. വോയിഡബിൾ
ഓക്കെ, ഈ ടേംസുകൾ ഓരോന്നും എന്താണ് കൊയേഷൻ, എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, എന്താണ് ഫ്രോഡ്, എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ, എന്താണ് മിസ്റ്റേക്ക്, ഇതുമായി ബന്ധപ്പെട്ട ലോ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രീ കൺസെൻറ്റിനെ കുറിച്ചാണ്. കരാറ് സാധുവാൻ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളിൽ പെട്ട ഒരു ഘടകമായിട്ടുള്ള ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്ര സമ്മതം. പാർട്ടീസിൻ്റെ ഇടയിൽ സ്വതന്ത്ര സമ്മതം ഉണ്ടായിരിക്കണം, ഫ്രീ കൺസെൻറ്റ്. അതിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ ടേമാണ് കൊയേഷ്യൻ. എന്താണ് കൊയേഷ്യൻ? കൊയേഷൻ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൺ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ് IPC or unlawfully detaining or threatening to detain any property to the prejudice of any person, whatever with the intention of causing any person to enter into an agreement. Okay, that is coercion. It is immaterial whether IPC is or is not in force in the place where coercion is employed. ആ കാര്യം കൂടെ ഓർമ്മിക്കുക. എന്താണ് കൊയേഷ്യൻ? ഒരാളെ ഭീഷണിപ്പെടുത്തൽ. ഏത് രൂപത്തിലുള്ള ഭീഷണിപ്പെടുത്തലാണ്? ഇന്ത്യൻ പീനൽ കോഡിൽ പറയപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യം ചെയ്യുന്നതിലൂടെ. ഇന്ത്യൻ പീനൽ കോഡ് വിലക്കിയ ചില കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഉള്ള ഭീഷണിപ്പെടുത്തൽ. കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക, മാനഹാനി സംഭവിക്കുന്ന വല്ല കാര്യവും ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തൽ. IPCയിൽ പറയപ്പെട്ട തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം കൊയേഷ്യൻ്റെ പരിധിയിൽ വരുന്നത്. അതേപോലെ പ്രോപ്പർട്ടി തടഞ്ഞുവെക്കലും കൊയേഷ്യൻ്റെ പരിധിയിൽ വരുന്നതാണ്. പ്രോപ്പർട്ടി തടഞ്ഞുവെക്കുക, സ്വത്ത് പിടിച്ചു വെക്കുന്നതിലൂടെ, സ്വത്ത് പിടിച്ചു വെക്കുക അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചു വെക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തലിലൂടെ കരാറിലേക്ക് എത്തിക്കുക, ഇതൊക്കെ കൊയേഷ്യൻ്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ IPC ഈസ് ഓർ ഈസ് നോട്ട് ഇൻ ഫോഴ്സ് ഇൻ ദ പ്ലേസ് വേർ കൊയേഷൻ ഈസ് എംപ്ലോയിഡ്. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ നിലകൊള്ളുന്ന ആ പ്രദേശം, അവിടെ IPC ബാധകമാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല. IPC ആ പ്രദേശത്ത് ബാധകമാവട്ടെ ആവാതിരിക്കട്ടെ, എങ്ങനെയായാലും IPC വിലക്കിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ കരാറിലേക്ക് എത്തിക്കുന്നത് ബലം പ്രയോഗിക്കലിന് ഉദാഹരണമാണ്, കൊയേഷ്യനാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത് കരാർ സാധുവാകാനുള്ള എസെൻഷ്യൽ എലമെൻസിൻ്റെ കൂട്ടത്തിൽ ഒരു എലമെൻ്റാണ് ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്ര സമ്മതം. അപ്പോൾ സ്വതന്ത്ര സമ്മതം സംഭവിക്കണമെങ്കിൽ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്, ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് കൊയേഷ്യൻ. കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളെ ഭീഷണിപ്പെടുത്തലാണ്. IPC വിലക്കിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരാളെ ഭീഷണിപ്പെടുത്തലാണ് കൊയേഷ്യൻ. അതേപോലെ സ്വത്ത് തടഞ്ഞു വെക്കലും കൊയേഷ്യൻ്റെ പരിധിയിൽ വരും. ഓക്കെ, ഉദാഹരണത്തിന് ABയെ തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ട് വീട് വിൽക്കാൻ വേണ്ടി സമ്മതിപ്പിക്കുന്നു. അങ്ങനെ ജീവന് ഭീഷണി നേരിട്ടപ്പോൾ B സമ്മതിക്കുന്നു. ഇവിടെ എഗ്രിമെൻ്റ് ഈസ് വോയിഡബിൾ. ഇവിടെ എഗ്രിമെൻ്റ് വാലിഡ് അല്ല, വോയിഡബിൾ ആണ്. ഓക്കെ, ഒരു ഭീഷണി സംഭവിച്ചിട്ടുണ്ട്. കൊയേഷൻ എന്നുള്ള ഒരു ഘടകം ഉള്ളതിനാൽ കരാർ വാലിഡ് ആണെന്ന് പറയാൻ കഴിയില്ല, വോയിഡബിൾ ആണ്. ഹിയർ എഗ്രിമെൻ്റ് ഈസ് വോയിഡബിൾ.
അതേപോലെ ഒബ്റ്റെയിനിങ് കൺസെൻറ്റ് ടു എൻ എഗ്രിമെൻറ്റ് ബൈ ത്രട്ടനിങ് ടു കമ്മിറ്റ് സൂയിസൈഡ് എമൗണ്ട് ടു കൊയേഷൻ. കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കരാറിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കലും കരാറിൽ ഏർപ്പെടലും കൊയേഷ്യൻ്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. ഓക്കെ. The act constituting coercion may be directed at any person. It need not be against the other party or by the party to the agreement. ഭീഷണിപ്പെടുത്തുന്ന ആൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തപ്പെടുന്ന ആൾ പാർട്ടി തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. തേർഡ് പാർട്ടിയും ആവാം. പുറത്തുള്ള ഒരാളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളാണ് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നത്, അങ്ങനെയും ആവാം. എല്ലാം കൊയേഷ്യൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ. ഇനി മറ്റൊരു ടേം പരിചയപ്പെടാം. ഇംഗ്ലീഷ് ലോ. ഇംഗ്ലീഷ് ലോ പറയുന്ന സമയത്ത് കൊയേഷ്യന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഡിവോഴ്സ്. Divorce is the term used in English law to denote threats over the person with a view to obtain consent. കരാറിൽ ഏർപ്പെടാനുള്ള സമ്മതം വാങ്ങിക്കാൻ വേണ്ടി ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിന് ഇംഗ്ലീഷ് ലോയിൽ പ്രയോഗിക്കുന്ന വാക്കാണ് ഡിവോഴ്സ്. ഇന്ത്യൻ ലോയിൽ കൊയേഷൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇംഗ്ലീഷ് ലോയിൽ എന്താണ്? ഡിവോഴ്സ് ആണ്. എന്നാൽ ഡിവോഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ത്രെഡ്സ് ഓർ പ്രോപ്പർട്ടി, ത്രെഡ്സ് ടു പ്രോപ്പർട്ടി. Divorce does not include threats to property. സ്വത്ത് തടഞ്ഞു വെക്കുക, സ്വത്ത് പിടിച്ചു വെക്കുക എന്ന സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യം ഡിവോഴ്സിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഓക്കെ. മറ്റ് കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഡിവോഴ്സിൻ്റെ പരിധിയിൽ വരുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് ഡിവോഴ്സ്? ഡിവോഴ്സും കൊയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പ്രൈമറി ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഡിവോഴ്സ് എന്നത് ഗുഡ്സുമായിട്ട് കണക്ഷനില്ല, പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലാണ്. അൺലോഫുൾ ഡിറ്റൻഷനാണ് ഡിവോഴ്സ്. എന്നാൽ കൊയേഷൻ ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ്. വാട്ട് എവർ മേ ബി ദ ത്രട്ടനിങ്, ഇറ്റ് വിൽ കം അണ്ടർ കൊയേഷൻ. നേരത്തെ സൂചിപ്പിച്ചതാണ്. ഡിഫറൻസ് പറയുമ്പോൾ എങ്ങനെ പറയാം? ഡിവോഴ്സ്, അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് എ ഡിവോഴ്സ്. ആസ് ഫാർ ആസ് ഡിവോഴ്സ് കൺസേൺഡ്, അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് എ ഡിവോഴ്സ്. ഇൻ കേസ് ഓഫ് കൊയേഷൻ, അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് ഗുഡ്സ് ഈസ് കൊയേഷൻ. ഓക്കെ. ഫസ്റ്റ് ഡിഫറൻസ് അത് തന്നെയാണ്. പ്രൈമറി ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറൻസാണ്. ഗുഡ്സുമായി ബന്ധപ്പെട്ട ഭീഷണിപ്പെടുത്തലിൽ ഗുഡ്സ് ഇൻവോൾവ്ഡ് ആണെങ്കിൽ അത് ഡിവോഴ്സിൻ്റെ പരിധിയിൽ വരുന്നില്ല, എന്നാൽ കൊയേഷ്യനാണ്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡിഫറൻസുകൾ പറയാം. ഡിവോഴ്സ് ക്യാൻ ബി എംപ്ലോയിഡ് ഓൺലി അഗൈൻസ്റ്റ് ദ അതർ പാർട്ടി. ഭീഷണിപ്പെടുത്തപ്പെടുന്ന ആൾ അതർ പാർട്ടി തന്നെ ആവണം. കരാറിൽ ഏർപ്പെടുന്ന ആരാണോ അവർ തന്നെ ആവണം ഡിവോഴ്സ് കേസ്. എന്നാൽ കൊയേഷൻ കാര്യത്തിൽ ഇറ്റ് ക്യാൻ ബി എംപ്ലോയിഡ് അഗൈൻസ്റ്റ് എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ സ്ട്രേഞ്ചർ. ഭീഷണിപ്പെടുത്തപ്പെടുന്ന ആൾ ഒരു സ്ട്രേഞ്ചറും ആവാം, തേർഡ് പാർട്ടിയും ആവാം, മൂന്നാമതൊരാളും ആവാം. കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തന്നെ ആവണം എന്നില്ല. അതാണ് കൊയേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. ഇറ്റ് ക്യാൻ ബി എംപ്ലോയിഡ് അഗൈൻസ്റ്റ് എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ സ്ട്രേഞ്ചർ. എയും ബിയും ആണ് കരാറിൽ ഏർപ്പെടുന്നത്. എന്നാൽ ബിയെ കരാറിൽ എത്തിക്കാൻ വേണ്ടി എ ഭീഷണിപ്പെടുത്തുന്നത് സിയെ ആണ്. ഇറ്റ് ഈസ് ദ കേസ് ഓഫ് കൊയേഷൻ. എന്നാൽ ഡിവോഴ്സ് കാര്യത്തിൽ എ ബിയെ തന്നെ ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ ബി എയെ ഭീഷണിപ്പെടുത്തണം, എന്നാൽ അത് ഡിവോഴ്സാണ്. ഓക്കെ.
സംഭവം രണ്ടും എന്തു തന്നെയാണ്? ഭീഷണിപ്പെടുത്തൽ തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ ലോ, ഇംഗ്ലീഷ് ലോ എന്ന ആ ഒരു ലോ, അതിലുള്ള ഡിഫറൻസാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷ് ലോയിൽ ഡിവോഴ്സ് എന്നാണ് വാക്ക് പ്രയോഗിക്കുന്നത്, ഇന്ത്യൻ ലോയിൽ കൊയേഷൻ എന്നാണ്. ജനറലി ഇതാണ് ഡിഫറൻസ്. എങ്കിലും മറ്റ് ചില വ്യത്യാസങ്ങൾ കൂടെയുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് നോക്കാം. ഇറ്റ് ക്യാൻ ബി എംപ്ലോയിഡ് ഓൺലി ബൈ ദ പാർട്ടി ടു ദ കോൺട്രാക്റ്റ് ഓർ ഹിസ് ഏജൻറ്റ്. കൊയേഷൻ കാര്യത്തിൽ കൊയേഷൻ മേ ബി എംപ്ലോയിഡ് ബൈ എനി പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ആൾ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് തന്നെ ആവണം ഡിവോഴ്സ് കേസിൽ, അല്ലെങ്കിൽ ഏജൻ്റ് ആവണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? പ്രിൻസിപ്പൽ തന്നെയാണ്. കരാർ കേസിൽ ഒരാളുടെ ഏജൻറ്റ് വല്ല കാര്യവും ചെയ്താൽ അയാൾ ചെയ്തതുപോലെ തന്നെയാണ്. സോ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികളോ അവരുടെ ഏജൻറ്റോ ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ മസ്റ്റാണ്. ഓക്കെ, ഭീഷണിപ്പെടുത്തുന്ന ആൾ പാർട്ടി തന്നെ ആവണം, പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് തന്നെ ആവണം എന്നുള്ള ഒരു നിർബന്ധം ഡിവോഴ്സ് കാര്യത്തിലുണ്ട്. എന്നാൽ കൊയേഷ്യൻ ആവുമ്പോൾ ഇറ്റ് മേ ബി എംപ്ലോയിഡ് ബൈ എനി പേഴ്സൺ, ആരും ആവാം. നേരത്തെ പറഞ്ഞതുപോലെ കരാറിൽ ഏർപ്പെടുന്നത് എയും ബിയും ആണ്. എന്നാൽ ബി എ ഭീഷണിപ്പെടുത്തുന്നത് സി ആണ്, എ അല്ല, സി ആണ്. സി പുറത്തുള്ള ഒരാളാണ്, സ്ട്രേഞ്ചറാണ്. ഓക്കെ, തേർഡ് പാർട്ടിയാണ്. സിക്ക് വേണമെങ്കിൽ ബി എ ഭീഷണിപ്പെടുത്തിയിട്ട് കരാറിലേക്ക് എത്തിക്കാം. അവിടെ നമ്മൾ കൊയേഷ്യൻ എന്ന് വിളിക്കും. എന്നാൽ അത് ഡിവോഴ്സ് അല്ല. ഓക്കെ, മറ്റൊരു വ്യത്യാസം അതാണ്. കരാറിൽ ചുരുക്കത്തിൽ ഡിവോഴ്സ് കേസാവുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന ആളും ഭീഷണിപ്പെടുത്തപ്പെടുന്ന ആളും രണ്ടും പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് തന്നെ ആവണം. എന്നാൽ കൊയേഷൻ കേസിൽ അങ്ങനെ നിർബന്ധമില്ല, സ്ട്രേഞ്ചർ ആവാം. ഭീഷണിപ്പെടുത്തുന്ന ആളും ഭീഷണിപ്പെടുത്തപ്പെടുന്ന ആളും രണ്ടും സ്ട്രേഞ്ചർ ആവാം. ഓക്കെ, രണ്ട് പോയിൻ്റായിട്ട് പറഞ്ഞതാണ്. മറ്റൊരു വ്യത്യാസം, there must be immediate violence in case of divorce. In case of coercion, there is no need to cause immediate violence. Coercion need not cause immediate violence. ഇമ്മീഡിയറ്റ് വയലൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല കൊയേഷൻ കേസിൽ. എന്നാൽ ഡിവോഴ്സ് എന്ന് പറയപ്പെടണമെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് വയലൻസ്, ഈ ഒരു ഭീഷണിപ്പെടുത്തൽ മൂലം ഒരു ഇമ്മീഡിയറ്റ് വയലൻസ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ് പെട്ടെന്ന് തന്നെ പ്രകടമാകുന്ന രൂപത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തലാവണം. ഡിറ്റൻഷൻ, അൺലോഫുൾ ഡിറ്റൻഷൻ ആവണം. ഓക്കെ, ആ രൂപത്തിലുള്ള ത്രട്ടണിങ് മാത്രമാണ് ഡിവോഴ്സിൻ്റെ പരിധിയിൽ വരുന്നത്. എന്നാൽ കൊയേഷ്യൻ ആവുമ്പോൾ നോ നീഡ് ഓഫ് ഇമ്മീഡിയറ്റ് വയലൻസ്, ഇമ്മീഡിയറ്റ് വയലൻസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, വൺ മോർ ഡിഫറൻസ്, ഡിവോഴ്സ് മസ്റ്റ് ബി എഗൻസ്റ്റ് എ മാൻ ഓഫ് ഓർഡിനറി സ്ട്രെങ്ത്. കൊയേഷൻ നീഡ് നോട്ട് ബി എഗൻസ്റ്റ് എ മാൻ ഓഫ് ഓർഡിനറി സ്ട്രെങ്ത്. ഡിവോഴ്സ് എന്താവണം? മസ്റ്റ് ബി എഗൻസ്റ്റ് എ മാൻ ഓഫ് ഓർഡിനറി സ്ട്രെങ്ത്. ഓർഡിനറി സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് എതിരാവണം ഡിവോഴ്സ് പ്രയോഗിക്കുന്നത്. എന്നാൽ കൊയേഷൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല, ആർക്കെതിരെയും ആവാം. ഓക്കെ, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കരാറിലേക്ക് എത്തിക്കുന്നതൊക്കെ കൊയേഷനാണ്. എന്നാൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്, ഡിവോഴ്സ് മസ്റ്റ് ബി എഗൻസ്റ്റ് എ മാൻ ഓഫ് ഓർഡിനറി സ്ട്രെങ്ത്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിവോഴ്സ് ആൻഡ് കൊയേഷൻ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഫ്രീ കൺസെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
ഒരു എഗ്രിമെൻ്റ് കരാറാവണമെങ്കിൽ സം എസെൻഷ്യൽ എലമെൻറ്റ്സ് ഷുഡ് ബി ഫുൾഫിൽഡ്. നമ്മൾ കണ്ടുവരുന്നത് അതാണ്, ഇതുവരെയുള്ള നമ്മുടെ ചർച്ചയും അതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എസെൻഷ്യൽ എലമെൻ്റാണ് ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയേഷൻ ഇല്ലാത്ത, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത, മിസ്റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത, ഫ്രോഡ് ഇല്ലാത്ത, മിസ്റ്റേക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു കരാർ. പാർട്ടീസ് ഷുഡ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് in the same sense and in the same meaning, same thing and same sense. ഓക്കെ, അതിൽ പുറത്തുനിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. ഒന്നാമത്തെ കാര്യമാണ് കൊയേഷൻ. സ്വതന്ത്ര സമ്മതത്തിന് വിഘാതം നിൽക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് കൊയേഷൻ. കൊയേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാം. അതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് ലോയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡ്യൂവേഴ്സ്. കൊയേഷന് പകരമായി ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് ഡ്യൂവേഴ്സ്. ഡ്യൂവേഴ്സും കൊയേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നെക്സ്റ്റ് ടേമായിട്ടുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.